ഹാലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ടിട്ട് നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പസമയത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഒരു ദൈവവചന ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 44-ാം വാക്യം. ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ മറച്ചു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു തിരുവെഴുത്താണ് വായിച്ചത്. ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ മറച്ചു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 40 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് യിരെമ്യാവ് അനുതാപത്തോടെ ദൈവസേനയിൽ അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥനയുടെ ആഹ്വാനമാണ്. 40-ാം വാക്യം വായിക്കും നമ്മുടെ നടപ്പ് ശോധന ചെയ്യുക. 41-ാം വാക്യം നമ്മുടെ ഹൃദയവും നമ്മുടെ കൈയും ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക. 42-ാമത്തെ വാക്യം നമ്മുടെ അതിക്രമം നമ്മുടെ മത്സരവും ദൈവത്തിൻ്റെ കോപം പുതപ്പ് പോലെ നമ്മുടെ മേൽ വന്നു എന്നുള്ളതാണ്. അതേ, ഇന്ന് പകൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പറയട്ടെ, ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വരാതെ വണ്ണം നമ്മുടെ ജീവിതത്തിൻ്റെ നടപ്പും പ്രവൃത്തികളുമെല്ലാം ദൈവത്തിന് വിശുദ്ധമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ ദൂരത്തും ചാരത്തുമായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പറയട്ടെ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. കാലവർഷം തുടങ്ങി വളരെ ശക്തമായി കാലവർഷം ആരംഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിനായി, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായി ദൂരത്തും ചാരത്തുമായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരളത്തിൽ കർത്താവ് കാലവർഷം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത മേഖല കൂടുതലുള്ള ഇടുക്കി ജില്ലയും കർത്താവ് പോലെ മലപ്പുറം, കോഴിക്കോടും, വയനാടും, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്നു. വെള്ളക്കെട്ട് കൂടുതൽ അനുഭവിക്കുന്ന കർത്താവ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കർത്താവ്, അതുപോലെ പത്തനംതിട്ട, കോട്ടയം ജില്ലകളെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജനത്തിൻ്റെ സുരക്ഷിതത്തിനായി പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ഏറെ കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവേ ഈ മഴ ഒരു പ്രയാസമായി തീരാതെ പ്രകൃതിയോട് ദൈവം ഇടപെട്ട് കർത്താവ് ജനത്തിന് അനുകൂലമായ സാഹചര്യങ്ങളെ നൽകുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കടനീരുകളും ഒക്കെ കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ പതറിപ്പോകാതെ കർത്താവെ വിശ്വാസത്താൽ ഉറച്ചു നിൽപ്പാണ്ടയാകണമേ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ സമയങ്ങളിൽ മഴ പെയ്ത് വെള്ളക്കെട്ടുകൾ, ദുരന്തങ്ങൾ ഏറെ സംഭവിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെയും കർത്താവെ ശാശ്വതമായ പരിഹാരം നൽകണമേ. ലോക രാജ്യങ്ങളിൽ പല സ്ഥലത്തും കർത്താവെ മഞ്ഞിൻ്റെ അനുഭവങ്ങളുണ്ട്. മഴയുടെ പ്രകൃതിയുടെ പ്രതികൂലങ്ങൾ വളരെ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രകൃതിക്ക് മുഴുവൻ മാറ്റം വന്നിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ കർത്താവേ ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ ജനത്തെ സൂക്ഷിക്കണമേ. കഷ്ടങ്ങളും പ്രയാസവും പ്രതിസന്ധിയോടെ കടന്നുപോകുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവേ പ്രകൃതി ദുരന്തങ്ങൾ വളരെ ആഞ്ഞടി കാറ്റും കൂളും കൊടുങ്കാറ്റും മഴയും പേമാരിയും ഉൾപ്പൊട്ടലും നാശനഷ്ടങ്ങളും മണ്ണിടിച്ചിലുകളും അതുമുഖാന്തരം അനേക കുടുംബങ്ങൾ നഷ്ടപ്പെട്ട് കർത്താവെ തീരദേശ മേഖലയിൽ പാർക്കുന്നവർക്കൊക്കെയും വളരെ പ്രതിസന്ധികൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ ദൈവം സൂക്ഷിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും കർത്താവ് അത്ഭുതം ചെയ്യണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം കർത്താവ് ഞങ്ങളുടെ മുഖം മറയ്ക്കാതെ ഞങ്ങളുടെ ജനത്തിൻ്റെ പാപങ്ങളിൽ ക്ഷമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം മറുപടി തന്ന് ആശ്വാസത്തിൻ്റെ കരനീട്ടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ പതറിപ്പോകാതെ വിശ്വാസത്താൽ ഉറച്ചു നിൽപ്പാൻ ജനത്തെ ഒരുക്കണമേ. പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യടനായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ അകൃത്യങ്ങളെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും അന്യസ്ഥാന തൊഴിലാളികൾക്കായി മദ്യവും മയക്കുമരുന്നും പാൻമസാലകളും ലഹരി പദാർത്ഥങ്ങളും സകല ചൂതാട്ടങ്ങളും ജഡികമായി വ്യഭിചാര പരസംഗ അശുദ്ധി ദുഷ്കാമ കൊട്ടേഷങ്ങളും ഗുണ്ടാസങ്ങളും ഭൂമാവികളും ബ്ലേഡ് മാവികളും സ്ത്രീമാവികളും പിടിച്ചുപറിക്കാരും അഴിമതിക്കാരും കഴിഞ്ഞക്കാരും പൂഴ്ത്തിവെപ്പുകാരും രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ കൊള്ളകളും എല്ലാ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വർഗീയവാദങ്ങളും ഹല്ലേലൂയ എല്ലാ അരാജകത്വം പീഡങ്ങളും പെരുകി കർത്താവെ കേരളം നാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന അധികാരികൾ, മത മേലധ്യക്ഷന്മാർ അതിന് നടുവിൽ കേരളത്തിൻ്റെ സുരക്ഷയ്ക്കായി, ജനത്തിൻ്റെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രപ്രദേശങ്ങളായി കർത്താവെ താമസിക്കുന്ന 6 ലക്ഷത്തിലേറെ ഗ്രാമങ്ങളിൽ
ഹല്ലേലൂയ. കർത്താവേ, 145 കോടി ജനത്തിൻ്റെ വിടുതലിനും രക്ഷയ്ക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യൻ കർത്താവേ ജെരിക്കോത്തിലൂടെ കണ്ണതിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും അതിൻ്റെ നടുവിൽ കർത്താവെ ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യയുടെ 6 ലക്ഷം ഗ്രാമങ്ങൾക്കകത്തും കർത്താവെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണമേ. അനവധി ജീവിതങ്ങൾ ദാരിദ്ര്യത്തിൽ കഷ്ടതയുടെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നു. ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മാർഗമില്ലാതെ എത്രയോ കുടുംബങ്ങൾ സ്വന്തമായൊരു ഭവനമില്ലാതെ വീടില്ലാതെ ഭാരപ്പെടുമ്പോൾ ആമേൻ രാഷ്ട്രീയ മേലാളന്മാരും മതമേലാളന്മാരും കർത്താവെ വലിയ സൗധങ്ങളിൽ പാർത്ത് അവ സുഖലോലുപ ജീവിതം നയിക്കുമ്പോൾ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ കർത്താവെ കഷ്ടതയിലും പട്ടിണിയുടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ കർത്താവെ അവർക്ക് ഒരാശ്വാസമായി ദൈവത്തിൻ്റെ കരം പ്രവർത്തിപ്പാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഞാൻ കൊണ്ട് ദൈവമേ അതിൻ്റെ നടുവിൽ കർത്താവെ ഒരാശ്വാസം പകരണമേ, സമാധാനം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭാരതത്തിനകത്ത് നടക്കുന്ന കർത്താവെ കരിഞ്ചത്തെ പൂഴ്ത്തിവെപ്പും കർത്താവെ തീവ്രവാദവും ഭീകരവാദവും വർഗീയ വേട്ടകളും മതത്തിൻ്റെ പേരിലും രാജ്യത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും പണത്തിൻ്റെ പേരിലും ഇവിടെ അഴിച്ചുവിടുന്ന അക്രമങ്ങൾ മുഖാന്തരം എത്രയോ ആളുകളാണ് രക്തസാക്ഷിത്വം ഭരിക്കുന്നത്. അതിൻ്റെ നടുവിൽ കർത്താവെ ഒരു ആശ്വാസം പകരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇന്ന് പല സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യണമേ, നീതി വെളിപ്പെടുത്തണമേ. രാജ്യത്തിൻ്റെ സമാധാനത്തിനായി സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത നിലയിൽ കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു മാറ്റം വരുവാൻ ജനത്തിനൊരു മാനസാന്തരം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളിലായി 800 കോടിയിലധികം ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും ഹല്ലേലൂയ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വെള്ളത്തിൻ്റെ സ്രോതസ്സില്ലാത്ത രാജ്യങ്ങൾ, നെറ്റ്വർക്കുകളോ വൈദ്യുതി സൗകര്യങ്ങളോ ഹല്ലേലൂയ അടിസ്ഥാന സൗകര്യങ്ങളോ ഹോസ്പിറ്റലുകളോ വാഹനങ്ങളോ കർത്താവെ ഹല്ലേലൂയ ഒന്നുമില്ലാതെ അനവധി ജീവിതങ്ങൾ തകരുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു ആശ്വാസവും സമാധാനം ജനത്തിന് കൊടുക്കണമേ. കർത്താവെ അനവധി ജീവിതങ്ങൾ കർത്താവെ ഓരോ ദിവസവും മരിച്ചു വീഴുമ്പോൾ മതത്തിൻ്റെ പേരിൽ വലിയ കർത്താവെ അക്രമം അഴിച്ചുവിടുന്ന ലോകരാജ്യങ്ങൾ അതിൻ്റെ പേരിൽ ദൈവം ഒരു നീതിയുടെ കരം വെളിപ്പെടുത്തുവാൻ സാധാരണക്കാരായിരിക്കും ജനത്തിൻ്റെ നീതിയെ മറിച്ചു കളഞ്ഞ് കർത്താവെ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരനുഭവത്തിലൂടെ ലോകരാജ്യങ്ങൾ കടന്നു പോകുമ്പോൾ ലോകരാജ്യ രാഷ്ട്ര തലവന്മാർക്കൊരു മാനസാന്തരം കൊടുത്ത സകല ജനങ്ങളെയും ആമേൻ കർത്താവെ നീതിയോടെ ഭരിക്കുന്ന നല്ലൊരു ഭരണ സംവിധാനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിനകത്ത് കർത്താവെ ജനാധിപത്യം, മതാധിപത്യം, ഏകാധിപത്യം, രാഷ്ട്രാധിപത്യമൊക്കെ രാഷ്ട്രീയാധിപത്യമൊക്കെ നിറച്ചുകൊണ്ട് മനുഷ്യൻ തങ്ങളെ തന്നെ കർത്താവെ അധികാരത്തിൻ്റെ കസേരയിൽ ഇരിക്കുവാൻ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാതൊരു കൂട്ടം ജനങ്ങൾ വെറുഹീനമായി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് പകൽ അതിൻ്റെ നടുവിൽ നിന്ന് ഒരു മോചനം ഞങ്ങളുടെ ലോകരാജ്യങ്ങൾ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാധാരണക്കാരനായിരിക്കും ജനം അനുഭവിക്കുന്ന കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും അതിൻ്റെ നടുവിൽ 800 കോടി ജനം അനുഭവിക്കുന്ന ഭാരങ്ങൾ, എത്രയോ ജനങ്ങൾ കഷ്ടതയുടെ പ്രയാസത്തിൻ്റെ ദുഃഖത്തിൻ്റെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ എത്രയോ കുഞ്ഞുങ്ങൾ അക്ഷരവിദ്യാഭ്യാസമില്ല, സ്കൂളുകൾ കാണുവാൻ കഴിയാതെ ഞങ്ങളുടെ കേരളത്തിൽ ഭാരതത്തിൽ നിന്നും ലോകരാജ്യങ്ങളിലുണ്ട് ജീവിതത്തിൽ കർത്താവെ സ്കൂളെന്തോ അധ്യാപകരെന്തെന്നോ പഠനമെന്തെന്നോ അറിയാൻ കഴിയാത്ത അനവധി ആളുകൾ ഇന്നും കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു സമാധാനം എല്ലാ മേഖലയിലും ദൈവമേ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തീരദേശ മേഖലയിൽ പാർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടൽവനവാസികൾ കായലിൻ്റെയും കടലിൻ്റെയും കർത്താവെ ആറിൻ്റെയും പുഴയുടെയും അരുവിയുടെയും തോടിൻ്റെയും പാടത്തിൻ്റെയും കുളങ്ങളുടെയും വല്ലൊരിയ ഒക്കെ സൈഡിൽ താമസിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വെള്ളക്കെട്ട് വളരെ രൂക്ഷമാകുന്ന ഈ കാലഘട്ടത്തിൽ, കടൽ വളരെ ശോഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവേ ഞങ്ങളുടെ ജനത്തിന് ഒരാശ്വാസവും സമാധാനം കൊടുക്കണമേ. കഷ്ടതയും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കടനീരുകളൊക്കെ കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ പതറിപ്പോകാതെ വിശ്വാസത്താൽ ഉറച്ചു നിൽപ്പാൻ ജനത്തിന് കൃപ കൊടുക്കണമായി യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകലത്തിനും മീതെ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം കർത്താവ് ഇന്ന് പകൽ വെളിപ്പെടുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജനത്തിന് വേണ്ടി അടിയും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യടനായി പ്രാർത്ഥിക്കുന്നു. പാപത്തെ കർത്താവെ ജനം അല്ലുരിയ മറച്ചു വെച്ചുകൊണ്ട് കർത്താവെ ഭൂമിയിൽ അനവധി ആളുകൾ വിശുദ്ധിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് മനുഷ്യനെ കബളിപ്പിക്കുന്ന എല്ലാ കാപട്യങ്ങളും മാറി യഥാർത്ഥത്തിൽ ജനം മനുഷ്യനെ കാണുവാനായി പരസ്പരം സ്നേഹിപ്പാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ
ജോലിക്കായി കടന്നു പോയിരിക്കുന്നവരുണ്ട്, കഷ്ടതയുടെ നടുവിലൂടെ പ്രയാസത്തിൻ്റെ സങ്കടത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ദേശരാജ്യത്ത് കടന്നുപോയിട്ടും വേണ്ടതുപോലെ ജോലി ലഭിക്കാതെ, വേണ്ടതുപോലെ ആ കർത്താവ് ഉയർച്ചയില്ലാതെ ഇന്നും ഭാരപ്പെടുന്നവർ, നല്ല ജോലി കിട്ടാതെ, പെർമനൻ്റായ ജോലി കിട്ടാതെ പലപ്പോഴും ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ് വിസയുടെ കാലാവധി കഴിഞ്ഞവർ, പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞവരൊക്കെ ഉണ്ട്. കർത്താവ് അവർക്കൊരു ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണേ. അവരുടെ കർത്താവ് വിസ പുതുക്കി കിട്ടുവാൻ, പാസ്പോർട്ട് പുതുക്കി കിട്ടുവാൻ, കർത്താവ് മണലാരൻ്റെ കഷ്ട സഹിക്കുന്ന അനവധി ആളുകൾ, അവർ കർത്താവ് അധ്വാനത്തിൻ്റെ സാലറി പോലും കിട്ടാതെ ഭാരപ്പെടുന്നവർ, നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാത്ത അനവധി ജീവിതങ്ങൾ, വിദേശ രാജ്യത്ത് കർത്താവ് വിവിധ ജോലിക്കായി കടന്നുപോയി സഹോദരിമാർ വളരെ പീഡയനുഭവിച്ച് അവരുടെ കർത്താവ് പാസ്പോർട്ടൊക്കെ തടഞ്ഞ് അവർക്കും കടന്നു വരാൻ കഴിയാത്ത അനുഭവങ്ങൾ, വിദേശ രാജ്യത്ത് ജോലിക്ക് കടന്നുപോയി ഒരു ആക്സിഡൻറ്റ് ജയിലിൽ കിടക്കുന്നവരുണ്ട്. കർത്താവ് വിവിധ കേസുകളിൽ അവർക്ക് മോചനം കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മേഖലയിലും കർത്താവ് ഒരു ശുദ്ധീകരണം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടമനുഭവിക്കുന്ന അനവധി ആളുകളാണ് ദൈവമേ ഞങ്ങളുടെ ഇടയിൽ. അവർക്ക് വേണ്ടി ഇന്ന് പകലടിയൻ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ദൈവമേ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ജനത്തിൻ്റെയും വിടുതലിനും രക്ഷയ്ക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യവും മയക്കുമരുന്നും പാനശാലകളും ലഹരി പദാർത്ഥം സകല ചൂതാട്ടങ്ങളും മനുഷ്യ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ എൻ്റെ നടുവിൽ നിന്നൊരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനം മടങ്ങി വരട്ടെ, ജനം മാനസാന്തരപ്പെടുവാൻ മനുഷ്യൻ്റെ ജീവിതത്തിലെ അകൃത്യങ്ങൾ മാറ്റിവെച്ച് കർത്താവേ മനുഷ്യൻ പരസ്പരം സ്നേഹിപ്പാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ ഇന്ന് പകൽ അതിൽ നിന്ന് ജനത്തിന് മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ നടുവിൽ കർത്താവേ ജനം വിടുവിക്കപ്പെടുവാൻ, കർത്താവേ ജനം മാനസാന്തരത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു അന്തികാല ഉണർവ് ലോകമെമ്പാടും അയക്കണമേ. മനുഷ്യൻ തങ്ങളുടെ പാപത്തിൻ്റെ പ്രവൃത്തികളെ വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തിൻ്റെ കണ്ണുകൾ തുറക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനത്തിന്മേൽ ദൈവനീതി വെളിപ്പെടുത്തണമേ. കർത്താവേ, ജനത്തോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല അകൃത്യങ്ങളും പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മഴക്കാലമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടന്നു പോകുന്നവരുണ്ട്, സ്കൂൾ സൈക്കിളിൽ പോകുന്നവരുണ്ട്, 2 വീലും 3 വീലും 4 വീലൊക്കെ പോകുന്നവരുണ്ട്. റോഡുകളൊക്കെയും കുഴിയായിട്ട് കിടക്കുമ്പോൾ വെള്ളക്കെട്ടുകൊണ്ട് അനവധി കുഞ്ഞുങ്ങൾ അപകടത്തിൽ വീഴുന്ന കാഴ്ചകൾ, സ്കൂൾ വാഹനങ്ങളൊക്കെ പലപ്പോഴും അപകടത്തിൽപ്പെടുന്ന അനുഭവങ്ങൾ, അതിൻ്റെ നടുവിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവേ സ്കൂളിൻ്റെ ഒക്കെ സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. മരണമൊന്നും ഉണ്ടാകാതെ കർത്താവേ, അപകടങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാകാതെ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഈ ലോകം ഞങ്ങൾക്ക് അനുകൂലമല്ല, ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് അനുകൂലമല്ല, ഭരണം ഞങ്ങൾക്ക് അനുകൂലമല്ല. അതിൻ്റെ നടുവിൽ സ്വർഗ്ഗത്തിലെ ദൈവമേ, അവിടുന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു ആശ്വാസവും സമാധാനവും. ഹല്ലേലൂയ. ഞങ്ങൾ രാവിലെ സ്കൂളിലേക്ക് കടന്നു പോകുന്ന കുട്ടികൾ അവർ പോയതുപോലെ തന്നെ കർത്താവേ മടങ്ങിയെത്തുവാൻ ദൈവ അവസരങ്ങൾ ഒരുക്കണമേ. ഒരനർത്ഥത്തിലും വീഴാൻ ഇടയാകാതെ സ്വർഗ്ഗം അത്ഭുതം ചേട്ടനായി പ്രാർത്ഥിക്കുകയാണ്. സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളുടെ പരിസരങ്ങളിൽ കഞ്ചാവും ചരസും കറുപ്പും ഹാഷിനും ബ്രൗൺസും ഹെറോയിനും വിവിധമായ ഗുളികളും ഓയിലുകളും ഒക്കെ വിൽക്കുന്നവർ, MDMA സിന്തറ്റിക് സ്റ്റാമ്പുകൾ കൊടുത്ത് കുഞ്ഞുങ്ങളെ തലമുറകളെ നശിപ്പിക്കുന്ന എല്ലാ മദ്യലോബികളെയും ദൈവം സന്ദർശിക്കണമേ. മയക്കുമരുന്ന് ലോബികളെ സന്ദർശിക്കണമേ. കേരളത്തിൽ ലോക രാജ്യം എല്ലാ ബാറുകളും എല്ലാ ബീവറേജുകളും എല്ലാ കള്ള് ഷാപ്പുകളും അടച്ചു പൂട്ടി ജനത്തെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. മദ്യപാനം കൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് തകർന്നത്, എത്രയോ കുടുംബ ജീവിതങ്ങൾ തകർന്നു, എത്രയോ ഭാര്യ ബന്ധങ്ങൾ തകർന്നു, എത്രയോ കുഞ്ഞുങ്ങൾ കർത്താവ് അക്രമത്തിനും കൊലപാതകത്തിലും ജയിലിൽ കിടക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മോചനത്തിനായി പ്രാർത്ഥിക്കുന്ന സമാധാനമുള്ളൊരു ജീവിതത്തിനായി അടിയുന്ന പകൽ കർത്താവ് ദേശത്തിന് വേണ്ടി, രാജ്യത്തിന്, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യണമേ. കർത്താവ് മനുഷ്യൻ സ്വയം പാപത്തിലേക്ക് വീണ് തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ച് കളയാതെ അതിന് മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളെയും വ്യവസായികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴിയോര കച്ചവടക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. വളരെ കടക്കണിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവ് ബിസിനസ്സിൽ പരാജയപ്പെട്ടവർ, പുറത്തിറങ്ങാൻ കഴിയാതെ മരണത്തിൻ്റെ മുമ്പിലിരിക്കുന്നവർ, അനവധി ആളുകൾ മരിച്ചാൽ മതി എന്നുള്ള ചിന്തയിൽ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കൊടുക്കണം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് മനസ്സിലാക്കി കർത്താവെ ജനം മടങ്ങി വരുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ജനത്തിന് ആശ്വാസം കൊടുക്കണമേ. കടക്കണിയിലൂടെ കടന്നു പോകുന്നവർക്കായി വിടുതൽ കൊടുക്കണപ്പാ. കാർഷിക മേഖലയിൽ വളരെ ഭാരം അനുഭവിക്കുന്നുണ്ട്, ക്ഷീരമേഖലയിൽ ഭാരം അനുഭവിക്കുന്നുണ്ട്. കർത്താവിയുടെ പൊതുമേഖലയ്ക്കായി പ്രാർത്ഥിക്കുന്നു, പൊതുമരാമത്തിനായി പ്രാർത്ഥിക്കുന്നു, സഹകരണ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാർ, നഴ്സുമാർ അടക്കമുള്ള അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഭരണ സംവിധാനങ്ങളെല്ലാം ദൈവം ഒരു വലിയ മാറ്റത്തിനായി യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്
കർത്താവെ. ആരും നഷ്ടപ്പെട്ടു പോകട്ടെയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടണം കർത്താവെ. ഈ ജനത്തിന് വേണ്ടി ഇത് മകൾ അയ്യം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അവിടുത്തെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഇത് രോഗത്താൽ കടന്നു പോകുന്ന തലവേനയും ട്യൂമറും കണ്ണുവേനയും ചെവിവേനയും ടോൺസൈൽ തൈറോയ്ഡ് രോഗങ്ങൾ ആമീൻ ചെവിയുടെ തലയുടെ ബെഡലും ഒക്കെ ബാലൻസ് സെറ്റ് മൂക്കിൽ ദശ വളർന്നവർ ആമീൻ കർത്താവ് ഹാർട്ട് ലിവർ ലെൻസ് സംബന്ധ രോഗങ്ങൾ എല്ലാ നാഡീനരമ്പ് ജോയിൻറ്റുകൾ എല്ലാ രക്തധമനികളിലും ആമീൻ എല്ലാ പേശികളിലും എല്ലാ മുട്ടിൻ്റെ വേദനകൾ അടക്കം കർത്താവ് ജനം വിടിവിക്കപ്പെട്ട് സൗഖ്യം പ്രാപിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. ആമീൻ ക്യാൻസർ അടക്കമുള്ള ക്ഷയരോഗ കുഷ്ഠരോഗം അടക്കമുള്ള രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഉദര സംബന്ധമായ യൂട്രസ് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ആക്സിഡൻറ്റിൽ വിട്ടുകിടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജന്മനാ വൈകല്യവർ കുരുടന്മാർ ചെകിടന്മാർ മുടന്തന്മാർ തളർവാ രോഗികളും ഓട്ടിസം രോഗത്താൽ ഡിപ്രഷൻ രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ആമീ വാർദ്ധക്യ സഹചര്യങ്ങളെ ഭാരപ്പെട്ട് ഭവനത്തിലായിരിക്കും ഹോസ്പിറ്റലായിരിക്കുന്നവർ ആരോരുമില്ലാതെ വഴിയോരങ്ങളിലായിരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സോറ്റവരും ഇടരും എല്ലാം തള്ളി കർത്താവെ ഓർഫനേജിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ആമീ ഓർഫനേജ് ഹോമിൽ കിടക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം സമാധാനം സ്വസ്ഥതയും കർത്താവ് കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ ആശ്വാസം കൊണ്ട് എല്ലാവരും കൈവിട്ടാലും ഹല്ലേലൂയ കൈവിടാതെ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം സകല ജനങ്ങളിലേക്കും വ്യാപരിക്കേണ്ടതിനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഇന്ന് പകലടീന് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടണം. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണമേ. ഈ കാലാവസ്ഥകളൊക്കെ ഞങ്ങൾക്ക് കർത്താവെ പ്രതികൂലമായും അനുകൂലമായി നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ അതിൻ്റെ നടുവ് ജനം വളരെ വിശ്വസ്തയോടെ ദൈവത്തോട് അടുക്കുവാൻ തങ്ങളുടെ പാപത്തിൻ്റെ പ്രവൃത്തികളെ വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഭാര്യഭർത്തൃ ബന്ധങ്ങൾക്ക് അവിശ്വസ്തയുണ്ടായി എത്രയോ കുടുംബജീവിതങ്ങൾ തകർന്ന് ഛിന്നഭിന്നമായി കേരളത്തിലെ 30 കുടുംബ കോടതികൾ ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്ന ഡിവോഴ്സിനായി ആ വിഷയങ്ങൾക്കൊരു പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അവർക്ക് മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. നാടുവിട്ടുപോയി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സഹോദരന്മാർ സൗര്യന്മാരൊക്കെയും മടങ്ങി വരാനായി പ്രാർത്ഥിക്കുന്നു. അല്ലേലൂയ ഭൂതമാതൃ മെൻ്റൽ ഹോസ്പിറ്റലായിരിക്കും മാനസിക രോഗികളായിരിക്കും സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലേലൂയ വിവിധ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന അനവധി ജീവിതങ്ങളെ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. എല്ലാത്തിനും മാറ്റം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിഷയങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തമ്പുരാൻ്റെ മഹത്വം ഇന്ന് വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ ആഴക്കടൽ മത്സ്യബന്ധനായി കടന്നു പോയിരിക്കുന്നവർക്കായി മത്സ്യബന്ധന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. പാടത്തും പറമ്പിലും കോറിയിലും കല്ലോടും മണ്ണോടും പണിയെടുക്കുന്നവർ തടിയോട് പണിയെടുക്കുന്നവർ ഹല്ലേലൂയ വളരെ കഠിനാധ്വാനം ചെയ്ത് ചോര വേർപ്പാക്കി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ രാവും പകലുമില്ലാതെ ജോലി ചെയ്യുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ആവശ്യമായ സാലറി കർത്താവിയുടെ വേതന ജോലിക്ക് അനുസൃതമായി ലഭ്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവെ അവരെ ചൂഷണം ചെയ്യുന്ന അനുഭവങ്ങൾ അവർക്ക് അർഹതമായി ഇത് കിട്ടാത്ത അനുഭവങ്ങൾ ആ സ്ഥിതിക്കെല്ലാം ഒരു മാറ്റം വരുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ 2 വീലും 3 വീലും 4 വീലും ഒക്കെ യാത്രയിൽ ഹെവി വാഹനം ഓടിക്കുന്നവർ അത് കരയിൽ കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയിലും ഒരു വലിയ കരുതലായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ കർത്താവിയുടെ കേരള കർത്താവ് വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണനേതാക്കൾ സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ ഭരിക്കുന്നവരെ രാജാക്കന്മാർ രാജ്ഞിമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാളം മേധാവികൾ ഗോത്രങ്ങളെ ദ്വീപുകളെ ആദിവാസി മേഖല ട്രൈബൽ മേഖലയായിരിക്കും ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഭരണ സംവിധാനങ്ങൾക്ക് വലിയ മാറ്റം കൊടുക്കുന്ന രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന BSFനായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. ആമി കർത്താവെ CRPFനായി പ്രാർത്ഥിക്കുന്നു. അതിർത്തി ജഗാമൽ ചെയ്യുന്ന എല്ലാ ധീരജവാന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കും. പലപ്പോഴും അവർ വീരവൃത്തി വരിച്ച ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സഹോദരങ്ങൾ സഹോദരിമാർ ആമി കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടു പോയി ഹല്ലേലൂയ അതുപോലെ ജീവിതത്തിൽ വിവിധ മേഖല ഒറ്റപ്പെട്ടു പോയ സഹോദരിമാർ വേറെയും സഹോദരന്മാർ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവം ഒരു ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിയുടെ കരസേന വ്യോമസേന നാവികസേന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കർത്താവ് ആഭ്യന്തരമന്ത്രിക്ക് ആഭ്യന്തര സെക്രട്ടറിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികളെ എല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥനയോടെ യാത്രയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കരുതലിനാടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആഭ്യന്തര വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. പോലീസിൻ്റെ വിവിധ സെക്ഷനുകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ഫയർഫോഴ്സ് എക്സൈസ് ഫോറസ്റ്റ് വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. രഹസ്യാന്വേഷണ വിഭാഗം
വിഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ക്രൈംബ്രാഞ്ച്, CBI, ഇന്റർപോൾ, NIA, രംഗത്ത് വിവിധ മാധ്യമങ്ങളായിരിക്കുന്ന മേഖലയായിരിക്കുന്നു അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ജനത്തെ വിടുവിക്കണമേ, ജനത്തിന് സ്വസ്ഥത കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യരാഷ്ട്രങ്ങൾ വലിയ സമാധാനം നടക്കട്ടെ. യുദ്ധങ്ങളും യുദ്ധസുഹൃത്തുക്കളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും അങ്ങനെ ജനത്തെ ഭയപ്പെടുന്ന അനവധി പ്രശ്നങ്ങൾ വിവിധ മേഖലയിൽ നടക്കുമ്പോൾ അതിലൊക്കെ ഒരു മോചനത്തിനായി അടിയന്തര പകൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജനത്തിന് ആശ്വാസം സമാധാനം കൊടുക്കണമേ, ജനത്തിന് വിടുതൽ അയക്കണമേ, സ്വസ്ഥത കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ജനത്തിന് കർത്താവേ വലിയൊരു വിടുതൽ കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, അടിയും പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ നടക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനുഭവത്തിയ ആളുകളുണ്ട്. സമാധാനമില്ല, സാമ്പത്തികമില്ലാതെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവർ, ഹല്ലേലൂയ, ജീവിതത്തിൽ നിരാലും വിവരത്തിലും അശനായി പോയവർ, ആരും ഒരു കൈത്താങ്ങലില്ലാതായിരിക്കുന്ന അനവധി ആളുകൾ, അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെല്ലാം ഒരു വിടുതൽ കൊടുക്കണമേ, ജനത്തിന് ആശ്വാസം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ മേഖലയും ഒരു ശുദ്ധീകരണം കൊടുക്കണം കർത്താവേ. ലോകമെമ്പാടുള്ള ക്രൈസ്തവ സമൂഹം വളരെ പീഡയിലൂടെ കഷ്ടത്തിലൂടെ ഉപദ്രവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ദൈവം ആശ്വസിക്കുകയും സമാധാനം കൊടുക്കണമേ. ജയിലിൽ കിടക്കുന്നവർക്കൊരു മോചനം കൊടുക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷ മുഖാന്തരം അനേക ക്രൈസ്തവ മിഷനുമാർ, കർത്താവെ, കന്യാസ്ത്രീകൾ, പാസ്റ്റർമാർ, വിശ്വാസികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടും, ഉപദ്രവിക്കപ്പെടുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾ വർഗീയത മാറിപ്പോകുവാൻ, തീവ്രവാദം നീങ്ങുവാൻ, എല്ലാ കർത്താവെ അക്രമ സ്വഭാവങ്ങളും മാറി മനുഷ്യനായിട്ട് മടങ്ങി വരേണ്ടനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകലത്തിന്മേലും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണമേ. വിവിധ പാപ സ്വഭാവത്തിന് അടിമകളായി കിടക്കുന്ന ജീവിതങ്ങൾക്കൊക്കെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കണ്ണുനീരുണ്ട്, വിടിപ്പിക്കണമേ. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന തലമുറയെ കൊടുക്കണമേ. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കണം. ജപ്തി നടപടി നേരിടുന്നവരുണ്ട്. ആ വിഷയങ്ങൾക്കൊരു പരിഹാരം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. വീടില്ലാതെ വീടുകൾ കൊടുക്കാനായി അവർക്കിട്ട് തലചായ്പാൻ അവർക്ക് ഇടത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവേ, അപകടങ്ങൾ, ഹല്ലേലൂയ, പലരുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന അനുഭവങ്ങൾ, നിരാശയിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മേഖലയിൽ ഒരു ശുദ്ധീകരണത്തിനാടിയും പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കരം അത്ഭുതം ചെയ്യുവാണ്ടേക്കണമേ. ഹല്ലേലൂയ. ദൈവമേ, സമാധാനം ജനത്തിന് കൊടുക്കണം. യേശു പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ലെന്ന്. കർത്താവ്, ഈ ദിവസങ്ങളെ ജനത്തിന് സമാധാനം കൊടുക്കണമേ. അതുപോലെ ഞങ്ങളുടെ അനവധി സഹോദരങ്ങൾ പ്രഷറാൽ, കർത്താവ്, ഷുഗറും കൊളസ്ട്രോളാൽ ഭാരപ്പെട്ട് ജീവിതത്തിൽ വളരെ തകരീപ്പണമായി നിരാശയുടെ കടന്നു പോകുന്ന പലരും, അതുമുഖാന്തരം അറ്റാക്കുകളൊക്കെ സംഭവിക്കുമ്പോൾ എല്ലാ മേഖലയിലും ഒരു വലിയ മാറ്റം കൊടുക്കണം കർത്താവേ. സകല ഭക്ഷണപദാർത്ഥങ്ങളും വിഷം മാരകമായി വിഷം കലർത്തി മനുഷ്യന് കർത്താവെ അത് വാങ്ങിക്കഴിച്ച് മനുഷ്യൻ വളരെ കർത്താവെ വിവിധ രോഗങ്ങൾക്ക് അടിമകളായി മാറി മനുഷ്യൻ്റെ ജീവിതം തന്നെ തകരുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നൊരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ സകല ജനത്തിന് സമാധാനം കൊടുക്കണമേ, സ്വസ്ഥത കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ പാപങ്ങളെ വിട്ടുവന്ന് മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ മാനസാന്തരം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. ഒരു പാപിക്ക് സ്വർഗത്തിൽ ചെല്ലാൻ കഴിയില്ല. പാപികൾക്ക് സ്വർഗം അവകാശമല്ല, മദ്യപാനികൾക്ക് സ്വർഗം അവകാശമല്ല. അതുകൊണ്ട് ഈ ഭൂമി കർത്താവെ നീതിയോടെ ജീവിച്ച് വിശുദ്ധ ജീവിതം നയിപ്പിച്ച് ഈ ഭൂമിയിൽ മരണമുണ്ട്, മരണാനന്തൊരു ജീവിതമുണ്ട്. മരണാനന്തര ജീവിതം സ്വർഗരാജ്യത്തിൽ കർത്താവെ ആയിത്തീരുവാൻ ജനം പ്രത്യാശയുടെ തങ്ങളുടെ പാപ വഴികളെ വിട്ട് മടങ്ങി വരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സകല അക്രമങ്ങളിൽ ജനം വിടിവിക്കപ്പെടട്ടെ. സകല കർത്താവ് യേശുദ്ദീൻ ജനം വിടിവിക്കപ്പെടട്ടെ. എല്ലാ കർത്താവ് സാമൂഹ്യ വിരുദ്ധ സദാചാര വിരുദ്ധരെയും എല്ലാ കർത്താവ് കൊള്ളസംഘങ്ങൾ, ഗുണ്ടസംഘങ്ങളെ, പിടിച്ചുപറിക്കാരെ, മോഷണക്കാരെ ഒക്കെ ദൈവം സന്ദർശിക്കണം, മാനസാന്തരം കൊടുക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകാതെയാകാതെ ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങൾ വീണു പോകാതെ യഥാർത്ഥത്തിൽ മടങ്ങി വരവിനായിട്ടും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് ജനത്തിൽ ദൈവം പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. ജനത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടണം കർത്താവേ. ലോകരാജ്യങ്ങളിൽ ഒരു സമാധാനത്തിനായി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ന് പകൽ നിരാശയിലോ ദുഃഖത്തിലോ സങ്കടത്തിലോ കണ്ണുനീരിലോ ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ, സാമ്പത്തിക ഞെരുക്കം ഭാരപ്പെടുന്നെങ്കിൽ, ഒറ്റപ്പെട്ട് മരണനിലയിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ അവർക്ക് സമാധാനം കൊടുക്കണമേ. ആരും ഞങ്ങളെ ജീവൻ ഒടുക്കിക്കളയാതെ കർത്താവ് ജീവിത സമാധാനത്തിലേക്ക് മടങ്ങുമെന്ന് ക്രിസ്തുവിലൂടെ സന്തോഷ ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ്, ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകരുത്, ഒരു കുഞ്ഞു പോലും നശിച്ചു പോകാതെ വിടുതലായിട്ടും പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെ ദൈവത്തിൻ്റെ നീതിയുടെ കരം വെളിപ്പെടുവാൻ ഈ ജനത്തോട് ദൈവം സംസാരിക്കുവാൻ
അക്രമങ്ങളില്ലാത്ത, അരാജകത്വങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, സ്നേഹത്താൽ പരസ്പരം കരുതുന്ന ഒരു നല്ല അനുഭവത്തിനാണ് ലോക രാജ്യങ്ങളിൽ വെളിപ്പെടുവാൻ, എല്ലാ കുടുംബങ്ങളും പരസ്പരം സ്നേഹിപ്പാൻ, അന്യോന്യം ഭാരങ്ങൾ ചുമക്കുവാൻ, അന്യോന്യം പ്രാർത്ഥിക്കുവാൻ, തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് ഒരു കരുതുവാൻ, പരസ്പരം സ്നേഹിക്കുന്ന നല്ലൊരു നല്ലൊരു ജീവിത സാഹചര്യങ്ങൾ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ കർത്താവ് വഹിക്കണമേ. അതിനായി ദൈവങ്ങളെല്ലാവരും ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ പ്രാർത്ഥിപ്പാനായി ദൈവമേ, ആമീൻ, ദൈവം തന്ന സമയത്തിനായി പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും എല്ലാ രാജ്യങ്ങളിലും വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.